നിങ്ങൾക്കുണ്ടായിട്ടുണ്ടോ ഒരു ആഴ്ചയുടെ അവസാനം എങ്ങനെ സമയമൊക്കെ കൈവിട്ടുപോയെന്ന് നിങ്ങൾ നേടാൻ കഴിഞ്ഞിട്ടില്ലാത്തതിൽ ഒരു ദുഃഖം അനുഭവിച്ചിട്ടില്ല? നിങ്ങൾക്ക് പറഞ്ഞാൽ ഞാൻ എങ്ങനെയെന്ന് നിങ്ങൾക്ക് വിശ്വസിക്കുമോ? സജീവമായ ജീവിതത്തിന്റെ കീയാണ് അതിന്റെ ഉച്ചത്തിൽ, എന്നാൽ അത് പുരാതനമായ ഉപദേശങ്ങളിൽ മറഞ്ഞിരിക്കുന്നു. ഇന്ന് ബുദ്ധമതത്തിന്റെ മാറ്റകമായ അറിവുകൾക്കായി നാം ആഴത്തിൽ കിടക്കുന്നു. എങ്ങനെ നിങ്ങൾ നിങ്ങളുടെ സമയം പുനരുദ്ധാരണം ചെയ്ത് ലക്ഷ്യവും സംതൃപ്തിയും നിറഞ്ഞ ഒരു ജീവിതം ജീവനോടെ കഴിയാൻ കഴിയും. നിങ്ങളുടെ ജീവിതം വേവിൽക്കുന്നത് നിർത്താൻ ഈ യാത്രയിൽ ഞങ്ങളോടൊപ്പം ചേർക്കൂ. വിഭാഗം 1. താൽക്കാലികതയെ മനസ്സിലാക്കൂ. ബുദ്ധമതം താൽക്കാലികതയെക്കുറിച്ച് പഠിപ്പിക്കുന്നു. എല്ലാ കാര്യങ്ങളും താൽക്കാലികമാണ് എന്ന ആശയം. ഈ ആശയം നമുക്ക് ഇപ്പോഴത്തെ നിമിഷത്തെ മുഴുവനായി സ്വീകരിക്കാൻ പ്രചോദനം നൽകുന്നു. ജീവിതം എങ്ങനെ എത്രയും വേഗത്തിൽ കൈവിട്ടുപോകുന്നു എന്നതിനെ മനസ്സിലാക്കിയാൽ നിങ്ങളുടെ മൂല്യങ്ങളെ, നിങ്ങളുടെ താൽപ്പര്യങ്ങൾ, ബന്ധങ്ങൾ, അനുഭവങ്ങൾ പരിശോധിക്കുക. ഈ ഘടകങ്ങളെ മുൻഗണന നൽകാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് കൂടുതൽ അർത്ഥവത്തായ ഒരു ജീവിതം വികസിപ്പിക്കാം. നിങ്ങൾക്ക് ഏറ്റവും പ്രധാനമാക്കുന്ന കാര്യങ്ങൾ എഴുതുന്നതിന് ഒരു ജേർണൽ ഉപയോഗിക്കുക. ഈ പ്രക്രിയ നിങ്ങളുടെ മുന്നിൽ പാത കാണിക്കാൻ സഹായിക്കാം. ചിന്തനയിൽ ചില സമയം ചെലവഴിക്കുക. ഞാൻ എങ്ങനെയൊരു തിരശ്ശീല വിട്ടുപോകും? ഞാൻ എന്തെല്ലാം സ്മരിക്കണമെന്ന് മനസ്സിലാക്കുക. താൽക്കാലികതയെ തിരിച്ചറിഞ്ഞാൽ ആകർഷണത്തോടെ ജീവിക്കാൻ, ഉദ്ദേശ്യം നിറഞ്ഞ തിരഞ്ഞെടുപ്പുകൾ ചെയ്യാൻ, നമ്മുടെ ആഴത്തിലുള്ള മൂല്യങ്ങളുമായി സജ്ജമാകാൻ കഴിയും. വിഭാഗം 2. മനോനിലയിൽ ശക്തി. മനോനില ബുദ്ധമതത്തിന്റെ ആശയങ്ങളിലൊന്നാണ്. ഇത് നമുക്ക് ഓരോ നിമിഷത്തിലും മുഴുവനായിരിക്കാനുള്ള പ്രചോദനം നൽകുന്നു, അകലം വെടിവയ്ക്കുന്നതിനും സഹായിക്കുന്നു. പ്രതിദിനം 5 മിനിറ്റ് മനോനില പ്രാക്ടീസ് ചെയ്യാനുള്ള ശ്രമം ചെയ്യുക. ഒരു ശാന്തമായ സ്ഥലത്ത് ഇരുന്നു നിങ്ങളുടെ ചിന്തകൾ നിരീക്ഷിക്കുക. വിലയിരുത്താതെ നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ ലാഭം നൽകുന്ന കാര്യങ്ങളിൽ നിങ്ങളുടെ ശ്രദ്ധ തിരിക്കും. ഈ ചെറിയ പ്രക്രിയ നിങ്ങളുടെ മുഴുവൻ ദിവസത്തെ മാറ്റാൻ കഴിയും. ഭക്ഷണം, നടന്നു പോകുക, അല്ലെങ്കിൽ തളർന്നുപോകുന്ന ചൗങ്ങൾ എന്നിവയിൽ മനോനില സംയോജിപ്പിക്കാൻ ശ്രമിക്കുക. ഇത് ജീവിതത്തിലെ ലഘുസന്തോഷങ്ങൾക്കായി നിങ്ങളുടെ ബോധവും കണക്ഷനും കൂട്ടിയിടുന്നു. നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഓരോ കഷണവും ആസ്വദിക്കുക. നിങ്ങൾ നടന്നാൽ നിങ്ങളുടെ കാൽക്കാലുകൾക്ക് അടിക്കുറിപ്പ് നൽകൂ. ഈ മാർഗങ്ങൾ നിങ്ങളെ ഇപ്പോഴത്തെ നേരത്തേക്ക് കൊണ്ടുപോകും, ജീവിതത്തോടുള്ള ബന്ധം കൂടുതൽ ശക്തമാക്കും. വിഭാഗം 3. ബന്ധങ്ങൾ വിടുന്ന പ്രക്രിയ. ബന്ധങ്ങൾ പലപ്പോഴും ദുഃഖത്തിന്റെ നിക്കമായാണ്. നാം ഫലങ്ങൾ, സാമഗ്രികൾ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഇനി സേവനം ചെയ്യുന്ന ബന്ധങ്ങൾ പിടിച്ചിരിക്കുന്നു. ബുദ്ധമതം വിടുവിച്ചുകൊണ്ടുള്ള കലയെ പഠിപ്പിക്കുന്നു. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പിടിച്ചിരിപ്പുള്ള കാര്യങ്ങൾ, സാമഗ്രികൾ, പഴയ അനുഭവങ്ങൾ അല്ലെങ്കിൽ നെഗറ്റീവ് വികാരങ്ങൾ എങ്ങനെയാണെന്ന് ചിന്തിക്കൂ. ഈ ബന്ധങ്ങൾ വിടുവിച്ചാൽ നിങ്ങൾ പുതിയ അനുഭവങ്ങൾക്കും അവസരങ്ങൾക്കും തുറന്നു പോകുന്നു. വിടുവിച്ചുകൊണ്ടുള്ള ഒരു രീതി പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾ വിടുവിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എഴുതുക, തുടർന്ന് അതിനെ പ്രതീകമായി ഒഴിവാക്കൂ. ഈ പ്രവർത്തനം വളരെ വിമോചനം നൽകുന്ന ഒരു അനുഭവമായിരിക്കും. നിങ്ങൾക്ക് ആവശ്യം ഇല്ലാത്തതിനാൽ നിങ്ങൾക്ക് എങ്ങനെ നിർബന്ധമായും നന്നായിരിക്കുക. വിഭാഗം 4. കരുണയുടെ പ്രാധാന്യം. കരുണ ബുദ്ധമതത്തിന്റെ ഒരു അടിസ്ഥാന ഘടകമാണ്. നിങ്ങൾ മറ്റുള്ളവർക്ക് കൃപ നൽകുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ജീവിതം സമൃദ്ധമാക്കുന്നു. ഓരോ ദിവസവും ഒരു ദയാജനകമായ പ്രവൃത്തി ചെയ്യാൻ ലക്ഷ്യമായി വേണം. ഒരു അന്യനെ സഹായിക്കുക, ഒരു സുഹൃത്തിനൊപ്പം കേൾക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ സമയം സമർപ്പിക്കുക. നിങ്ങൾ മറ്റുള്ളവരെ ഉയർത്താൻ മാത്രമല്ല, നിങ്ങളുടെ ജീവിതത്തിൽ ഉദ്ദേശ്യവും ബന്ധവും വളർത്തും. കരുണ വലിയത് ആവശ്യമില്ല. ചെറിയ കൃത്യങ്ങൾ പോലും വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാം. ആരോടെങ്കിലും ചിരിക്കുക, വാതിൽ തുറക്കുക, അല്ലെങ്കിൽ വെറും ഒരു സ്നേഹനിധി നൽകുക. ഈ ചെറിയ പ്രവർത്തനങ്ങൾ നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ചും മറ്റുള്ളവരുടെ ജീവിതത്തെക്കുറിച്ചും പോസിറ്റിവിറ്റി സൃഷ്ടിക്കാം. വിഭാഗം 5. സാധ്യമായതിനെ സ്വീകരിക്കൂ. നമ്മുടെ വേഗത്തിൽ മാറുന്ന ലോകത്ത് നാം സാധാരണമായി സങ്കീർണതയെ പിന്തുടരുന്നു. ബുദ്ധമതം സാധ്യമായതിന്റെ സൗന്ദര്യത്തെ പഠിപ്പിക്കുന്നു. നിങ്ങളുടെ ഭൗതിക സ്ഥലം, മാനസിക ഭംഗി എന്നിവയെ ക്ലിയർ ചെയ്ത് നിങ്ങൾ അകലം പ്രദാനം ചെയ്യും. തകർന്ന ജീവിതശൈലി സ്വീകരിക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ വസ്തുക്കളെ വിലയിരുത്തുക, നിങ്ങൾക്ക് വേണ്ടാത്തവയെ വിട്ടു നൽകുക. ഇത് മനസ്സിനെ കൂടുതൽ ശുദ്ധമായിരിക്കും, കൂടുതൽ ശ്രദ്ധയുള്ള ജീവിതത്തിലേക്ക് നയിക്കും. സാധ്യമായത് കൊണ്ടുള്ള അനുഭവങ്ങൾ നിങ്ങൾക്ക് ചെറിയ കാര്യങ്ങളിൽ ആസ്വദിക്കാൻ അനുവദിക്കുന്നു, സാധാരണ നിമിഷങ്ങളെ സന്തോഷത്തിന്റെ ഉറവിടങ്ങളാക്കുന്നു. ഉദ്ദേശ്യത്തോടെ ജീവിക്കുക, അളവ് ആസ്വദിക്കുക. ഈ സമീപനം മാത്രം ഭദ്രത കുറയ്ക്കുന്നതല്ല, നിങ്ങൾക്ക് എന്ത് ലഭ്യമാണെന്ന് പ്രശംസിക്കാൻ മാത്രമല്ല, അത് കൂടി സഹായിക്കുന്നു. വിഭാഗം 6. നന്ദിയുടെ പ്രയോഗം. നന്ദി ബുദ്ധമതത്തിന്റെ ചിന്തകളുമായി പൊരുത്തപ്പെടുന്ന ഒരു ശക്തമായ പ്രയോഗമാണ്. ഇത് നിങ്ങൾക്ക് ഇല്ലാത്തതിൽ നിന്ന് നിങ്ങൾക്കുള്ളതുവരെ ശ്രദ്ധ മാറും. ഒരു നന്ദി ജേർണൽ ആരംഭിക്കുക. നിങ്ങൾക്ക് പ്രതിദിനം നന്ദിയുള്ള 3 കാര്യങ്ങൾ എഴുതുക. ഈ പ്രയോഗം നിങ്ങളുടെ മനോഭാവം മെച്ചപ്പെടുത്തുന്നതിന്റെ കൂടാതെ ജീവിതത്തിന്റെ ആഴത്തിൽ നന്ദി പ്രകടിപ്പിക്കാനും സഹായിക്കുന്നു. പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ നിങ്ങളുടെ അനുഗ്രഹങ്ങൾ ഓർക്കുന്നത് ദൃശ്യമാവും. നന്ദി നമ്മുടെ ജീവിതത്തിൽ സമ്പത്ത് കാണാൻ സഹായിക്കുന്നു, എങ്കിലും ബുദ്ധിമുട്ടുള്ള സമയങ്ങളിൽ പോലും. നിങ്ങളുടെ ജീവിതത്തെ സമൃദ്ധമാക്കുന്ന ആളുകൾക്കും അനുഭവങ്ങൾക്കുമുള്ള നന്ദി നേരത്തെ പ്രകടിപ്പിക്കാം. വിഭാഗം 7. ഉദ്ദേശ്യങ്ങൾ സജ്ജമാക്കുക.
ഉദ്ദേശ്യങ്ങൾ നമ്മുടെ പ്രവർത്തനങ്ങളെ മാർഗനിർദ്ദേശിക്കുന്നത് ശക്തമാണ്. ബുദ്ധമതം ഞങ്ങളെ നമ്മുടെ മൂല്യങ്ങളുമായി പൊരുത്തപ്പെടുന്ന വ്യക്തമായ ഉദ്ദേശ്യങ്ങൾ സജ്ജീകരിക്കാൻ പ്രചോദിപ്പിക്കുന്നു. നിങ്ങൾക്ക് ജീവിതത്തിൽ വളർത്താൻ ആഗ്രഹിക്കുന്നതു എന്താണെന്ന് കുറിക്കാൻ ഒരു നിമിഷം എടുക്കുക. ശാന്തി, സന്തോഷം, അല്ലെങ്കിൽ ബന്ധം. ഈ ഉദ്ദേശ്യങ്ങൾ എഴുതുക, നിത്യേന അവയെ പരിശോധിക്കുക. ഈ പ്രയോഗം നിങ്ങളുടെ ലക്ഷ്യങ്ങളുമായി പൊരുത്തപ്പെടുന്നതിലും നിങ്ങൾക്കു എന്താണ് യഥാർത്ഥത്തിൽ പ്രാധാന്യമുള്ളതെന്ന് മനസ്സിലാക്കുന്നതിലും സഹായിക്കുന്നു. ഉദ്ദേശ്യങ്ങൾ സജ്ജീകരിക്കുന്നത് നിങ്ങൾക്ക് വ്യക്തമായതും ഉദ്ദേശ്യത്തിലുമുള്ള ജീവിതത്തിലേക്ക് നയിക്കുന്നു. വിഭാഗം 8. സമൂഹത്തിന്റെ പ്രാധാന്യം. ബുദ്ധമതം സമൂഹത്തിന്റെ പ്രാധാന്യത്തെ ശക്തമായി പ്രചരിപ്പിക്കുന്നു, അല്ലെങ്കിൽ സംഘ എന്ന് പറയപ്പെടുന്നു. നിങ്ങളെ ഉത്തേജിപ്പിക്കുന്ന, പ്രചോദിപ്പിക്കുന്ന ആളുകൾക്കൊപ്പം ഇരിക്കുക. സംവാദങ്ങളിൽ പങ്കെടുക്കുക, അനുഭവങ്ങൾ പങ്കുവയ്ക്കുക, നിങ്ങളുടെ യാത്രകളിൽ പരസ്പരം പിന്തുണ നൽകുക. ഒരു പിന്തുണയുള്ള സമൂഹം നിങ്ങളുടെ ലക്ഷ്യങ്ങളിലെത്താൻ നിങ്ങളെ സഹായിക്കും. നാം എല്ലാവരും പരസ്പരം ബന്ധിതരാണ്. മറ്റുള്ളവരെ ഉയർത്തുമ്പോൾ നാം ഞങ്ങൾക്ക് സ്വയം ഉയർത്തുന്നു. വിഭാഗം 9. സഹനത്തെ വളർത്തുക. നമ്മുടെ വേഗത്തിൽ മാറുന്ന ലോകത്ത് നാം ഉടൻ ഫലങ്ങൾ തേടുന്നു. ബുദ്ധമതം സഹനത്തിന്റെ മൂല്യം പഠിപ്പിക്കുന്നു. ഗുണമേന്മയോടെ മാറ്റം നേടാൻ സമയം വേണ്ടിയാണ്. ഒരു വിത്ത് അതിന്റെ മഹത്തായ മരത്തിലേക്ക് വളരുന്നതുപോലെ ലക്ഷ്യവും സംതൃപ്തിയും സമൃദ്ധമായ ജീവിതത്തിലേക്കുള്ള നിങ്ങളുടെ യാത്രയും ഒരുപോലെ വെളിപ്പാടാകും. പ്രക്രിയയെ ആശ്വസിക്കുക, വേഗത്തിൽ പോവുക. സഹനവും പ്രക്രിയയുടെ ആസ്വാദനം നിങ്ങൾക്ക് മുന്നിൽ ഒരു വില കൂടാൻ അനുവദിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ ഈ ശക്തമായ ബുദ്ധമത ആശയങ്ങൾ അന്വേഷിച്ചിട്ടുണ്ടെങ്കിലും പ്രവർത്തിക്കാൻ സമയം എത്തി. ഇന്ന് തുടങ്ങൂ. മനോനില പ്രാക്ടീസ് ചെയ്യുക, താൽക്കാലികത സ്വീകരിക്കുക, ബന്ധങ്ങൾ വിട്ടുവിടുക, കരുണ വിതരണത്തിൽ പങ്കെടുത്ത് നിങ്ങളുടെ ജീവിതം ലഘുവാക്കുക, നന്ദി പ്രകടിപ്പിക്കുക, വ്യക്തമായ ഉദ്ദേശ്യങ്ങൾ സജ്ജമാക്കുക, നിങ്ങളുടെ സമൂഹത്തിന് ജൈവം നൽകുക, സഹനം വളർത്തുക. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രചോദനമേകിയിട്ടുണ്ടെങ്കിൽ ദയവായി ഇഷ്ടപ്പെടുക, പങ്കിടുക. കൂടുതൽ അറിവുകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഓർമ്മ വരുന്നുവെങ്കിൽ ഓരോ നിമിഷവും ഒരു സമ്മാനമാണ്. അത് നശിപ്പിക്കരുത്, അത് മുഴുവനായിരിക്കുക. അവസാന ഭാഗം മൃദുവായ സംഗീതം മുടക്കുന്നു. കാണുന്നതിന് നന്ദി. അടുത്ത തവണ ഓരോ നിമിഷവും സമാധാനവും ഉദ്ദേശ്യവും കണ്ടെത്താൻ നിങ്ങൾക്ക് സാധിക്കട്ടെ.